നെഹ്റു ട്രോഫി വള്ളം കളിയുടെ സമ്മാനത്തുക സർക്കാർ വർദ്ധിപ്പിച്ചതോടെ ആഹ്ലാദത്തിലും ആശ്വാസത്തിലുമാണ് തുഴച്ചിൽ ക്ലബ്ബുകളും വള്ളപ്രേമികളും. സമ്മാനത്തുക വർദ്ധിപ്പിച്ചതിനൊപ്പം വള്ളംകളിക്കുള്ള സർക്കാർ ഗ്രാന്റ് കൂടി ഉയർത്തിയതോടെ ഇത്തവണ പുന്നമടയിൽ വള്ളം കളിയുടെ വീറും വാശിയും ഇരട്ടിക്കുമെന്ന് ഉറപ്പാണ്. ഒന്നാം സമ്മാനം നേടുന്ന ചുണ്ടന് സമ്മാനത്തുക 25 ലക്ഷം രൂപയും, രണ്ടാം സമ്മാനം നേടുന്നവർക്ക് 20 ലക്ഷം രൂപയും, മൂന്നാം സമ്മാനം നേടുന്നവർക്ക് 15 ലക്ഷം രൂപയുമായാണ് സമ്മാനത്തുക ഉയർത്തിയത്. വള്ളംകളിക്കുള്ള സർക്കാർ ഗ്രാന്റ് 2 കോടി രൂപയായും ഉയർത്തി. 5 ലക്ഷം രൂപയായിരുന്നു നിലവിൽ നെഹ്റു ട്രോഫിയിലെ ഉയർന്ന സമ്മാനത്തുക. ഇതാണ് 25 ലക്ഷമാക്കി കുത്തനെ ഉയർത്തിയത്. 1 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന പരിശീലനം, വള്ളത്തിന്റെ അറ്റകുറ്റപ്പണികൾ, തുഴച്ചിൽക്കാരുടെ കൂലി, ഭക്ഷണം തുടങ്ങി ക്ലബ്ബുകൾക്ക് ഭാരിച്ച തുകയാണ് ഓരോ വർഷവും ചിലവാകുന്നത്. സമ്മാനത്തുക ഉയർത്തിയതോടെ ക്ലബ്ബുകളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഇനി ഒരു പരിധിവരെ പരിഹാരമാകും. ഈ 25 ലക്ഷം രൂപയും അതേപോലെ തന്നെ മറ്റ് തുകകളും ക്രമീകരണങ്ങൾ ഉണ്ടായത് നമ്മളെ സംബന്ധിച്ചോളം വലിയ അനുഗ്രഹമാണ്. വള്ളംകളി രംഗം നിലനിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകണം. സർക്കാരിനും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട എംപിക്കും വള്ളംകളി സംരക്ഷണ സമിതിയുടെ പേരിലും വള്ളംകളി ആരാധകരുടെ പേരിലും നമ്മൾ നന്ദി അറിയിക്കുകയാണ്. ദീർഘകാലമായി തുഴച്ചിൽ ക്ലബ്ബുകളും വള്ളംകളി പ്രേമികളും മുന്നോട്ട് വച്ചിരുന്ന ആവശ്യമാണ് പുതിയ സർക്കാർ അധികാരത്തിലെത്തിയോടെ യാഥാർത്ഥ്യമായത്. കഴിഞ്ഞ ദിവസം ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ ചേർന്ന NDBR എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. നേരത്തെ വള്ളംകളിക്കുള്ള സർക്കാർ ഗ്രാന്റ് 1 കോടി രൂപയായിരുന്നു. ഇത് 2 കോടിയായും ഉയർത്തി. ക്ലബ്ബുകൾക്ക് ബോണസ് ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിൽ നേരിട്ടിരുന്ന കാലതാമസം മൂലം പല ക്ലബ്ബുകളും മത്സരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു. എന്നാൽ ഇക്കുറി സമ്മാനത്തുകയിലും ബോണസ് തുകയിലും വർധനവുണ്ടായതോടെ കൂടുതൽ വള്ളങ്ങൾ മത്സരരംഗത്തേക്ക് എത്തിയേക്കുമെന്നാണ് വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ സമ്മാനത്തുക വർദ്ധിച്ചതിനൊപ്പം മത്സരാവേശവും ഇരട്ടിയാകുമെന്നുറപ്പ്. അമൃത ന്യൂസ്, ആലപ്പുഴ.